പ്രിയമുള്ളവരെ, ഉടമ്പടിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ വിശുദ്ധ വസ്തുക്കളുണ്ട്. അതിൽ രാജ്യം വിട്ടു പോകുന്നവർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതാണ് അവരിന് വിദൂരത്തുള്ളവർ, കൃപാസനത്തിൽ നിന്ന് വിദൂരത്തുള്ളവരും ആശ്രയിക്കുന്നതാണ് ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പും അവന് ഉടമ്പടി തൈലവും അതുപോലെ തന്നെ ഉടമ്പടി കാശുരൂപവും. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മരിയൻ സാന്നിധ്യത്തിൻ്റെ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനമാണ്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും, അതുപോലെ തന്നെ നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ വരും. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതുകൊണ്ട് തന്നെ പല മനുഷ്യരും ഉടമ്പടി എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ ശരിക്കും മനസ്സുകൊണ്ട് ആദ്യം ഉറപ്പ് വരുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് ഫിസിക്കൽ കവനൻറ്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ഫിസിക്കൽ കവനൻറ്റിനെ കുറിച്ച് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ശരിക്കും സൂസൻ്റെ സാക്ഷ്യമാണ്. തിരുവല്ലയിലെ സൂസൻ്റെ സാക്ഷ്യം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ സൂസൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു തകിടം പറഞ്ഞൊരവസ്ഥയിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് നമുക്കൊരു മാതാവിനോടൊരു വിദൂര ബന്ധമെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ പറയാതെ തന്നെ ഒരു കൃപാസനത്തിൻ്റെ കാശുരൂപം കൊണ്ടുവന്ന് സൂസന് കൊടുക്കും. അപ്പോൾ സൂസൻ ആ കാലങ്ങളിലെല്ലാം കൃപാസനത്തിൽ പോകണം, എൻ്റെ ഈ അവസ്ഥയിൽ മാതാവിൻ്റെ അടുത്ത് എൻ്റെ അവസ്ഥ പറയണം എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഇത് കിട്ടണത്. അപ്പോൾ ഒരു കോയിൻസിഡൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ എന്നാൽ ഇവരൊരു ഫിസിക്കലായിട്ടൊരു കാര്യം ചെയ്യും. അപ്പോൾ ഞാനത് ഫിസിക്കലായിട്ട് ചോദിക്കുന്നത് എന്താണ്, ഇവർ വീടെല്ലാം അടിച്ചു വാരും, വൃത്തിയാക്കും, ഭംഗിയാക്കും, ചിട്ട വെക്കും, അലങ്കോലപ്പെട്ട് കിടന്ന സംഭവങ്ങളെല്ലാം വീടും പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് പ്രോപ്പർ പ്ലേസിൽ വെക്കും. അവർ തന്നെ കുമ്പസാരിച്ച് കുർബാനയൊക്കെ സ്വീകരിച്ച് അവർ പ്രവർത്തികൾ ചെയ്ത് അവർ തന്നെ ഒരുക്കും. ഇതിനെ ഫിസിക്കൽ കവനൻ്റ് എന്ന് പറയണത്. ഫിസിക്കൽ കവനൻ്റ് എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, ഞാൻ ഓസ്കി എക്സാം എഴുതാൻ പോവുകയാണ്. ഓസ്കി എന്ന് പറയുന്നത് നമ്മളിവിടെ OIT എഴുതിയാലും പിന്നെ പോയി ആ രാജ്യങ്ങളിൽ പിന്നെ അവരുടേതായ പരീക്ഷ എഴുതണം. അപ്പോൾ ആ ഓസ്കി എക്സാം ഞാൻ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യണത്. ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പില്ല. അപ്പോൾ എനിക്കറിയാം അമ്മ കൂടെ വരികയാണെങ്കിൽ എനിക്ക് കിട്ടും. അതാണ് അവർ പറയുന്നത്, അമ്മ കൂടെ വരികയാണെങ്കിൽ. ഇപ്പോൾ സാക്ഷ്യങ്ങളെല്ലാം ഇങ്ങനെ നിരന്തരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അമ്മ പലരുടെയും കൂടെ പോകുന്നുണ്ട്, പൊസിഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഇവർക്ക് വേണ്ടി വാദിക്കുകയും പറ്റുന്ന എല്ലാ സഹായവും ഇവരുടെ കഴിവുകേടിലെല്ലാം അമ്മ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൂസൻ അമ്മയോട് പ്രാർത്ഥിച്ച് ഓസ്കിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് സൂസൻ പറയും, അമ്മ കൂടെ വരേണ്ടി വരും. കാര്യം എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടണില്ല. കാര്യം നല്ല കോമ്പറ്റീഷനാണ്, അവർക്ക് എത്ര സീറ്റ് വേണമെന്നോ എന്തുമാത്രം ആൾക്കാർ പരീക്ഷ എഴുതുന്നുണ്ടെന്നോ ഞാൻ ജയിക്കുമെന്നോ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അമ്മ കൂടെ വന്നാൽ എനിക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പം അമ്മ കൂടെ വരുന്നു എന്നുള്ളതിന് എനിക്കൊരു ഐഡിയ, ആശയം, അതിനൊരു തെളിവ് തരണം. ഇപ്പോൾ ആൾക്കാരൊക്കെ തെളിവ് ചോദിക്കുന്നുണ്ട്. അതാണ് ഞാൻ നിങ്ങളോട് പറയണത്, തെളിവ് ആർക്കും തരും. നിങ്ങളൊന്ന് തെളിവ് മേടിക്കാൻ പറ്റിയ ഒരാളായിട്ടൊന്ന് മാറിയാൽ മതി. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ കാർക്കശ്യം കാണിക്കേണ്ട കാര്യം അതാണ്. നമ്മളെ കരിസ്മാറ്റിക് ധ്യാനങ്ങളിലും മറ്റു ധ്യാനങ്ങളിലും പാപത്തെക്കുറിച്ച് പറയുന്ന ഒരു ലക്ഷ്യം അല്ല ഉടമ്പടി ധ്യാനത്തിൽ പാപത്തെക്കുറിച്ച് പറയണത്. മിക്കവാറും ഞാൻ പാപത്തെക്കുറിച്ച് പറയാറില്ല. ഞാൻ പറയണത് എപ്പോഴും ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസ്നേഹ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയണത്. അങ്ങനെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ഈഗോയെ ഹർട്ട് ചെയ്യുന്ന കുറേ ഹോംവർക്കുകൾ ഉടമ്പടി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ സത്യസന്ധമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഈഗോയെ ഹർട്ട് ചെയ്താലും കുഴപ്പമില്ല, അവർ ആ വർക്ക് ചെയ്തിരിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് ഈ മാംസത്തിൻ്റെ മേലെ അത് വർക്ക് ചെയ്യും. കാര്യം മാംസത്തിനുള്ള കുഴപ്പം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിനത്തിൽ കണ്ടത്, ദുരാശ ഉണ്ടാക്കുക. അപ്പോൾ ദുരാശയെ അതിജീവിക്കാനുള്ള മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾക്ക് പരിഹാര പ്രവർത്തനങ്ങളാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ട സഹോദരി ചെയ്തുകൊണ്ടിരുന്നത് അവർ തണുപ്പത്ത് പോയി ഓരോ 5 കിലോമീറ്ററും 2 കിലോമീറ്ററൊക്കെ നടന്ന് ഓരോരുത്തരെ കണ്ട് ഈ തണുപ്പത്ത് ഈ പത്രം കൊടുക്കും, അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ 150 പത്രം കൊടുക്കണമെങ്കിൽ 3 മാസം വേണ്ടി വന്നു. പക്ഷേ അവരാ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അവർ കർത്താവിൻ്റെ ഉപരി മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ട് അവിടെ ജോലിക്ക് വേണ്ടിയല്ല കാഴ്ചവെക്കുന്നത്. അതാണ് പ്രശ്നം. കാഴ്ചവെപ്പിൻ്റെ അകത്ത് വിഷയം ഇൻറ്റൻഷനിൽ പ്രശ്നമുണ്ട്. നിങ്ങൾ പലരും ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് വിസ പ്രോസസ് ഒത്തുവരാനും PR സാങ്ഷനാകാനും സ്ഥലം വിറ്റ് മാറാനും കല്യാണം നടക്കാനും വേണ്ടിയാണ് ഈ കഷ്ടപ്പെട്ട് പത്രം കൊടുക്കുന്നത്. അത് അവിടുന്ന് മാറ്റണം. അതല്ല വിഷയം. മറിച്ച് അത് നമ്മളുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പ്രതി ദൈവ മഹത്വത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലിയാണെന്ന് ദൈവത്തിന് മനസ്സിലാകണം. അപ്പം നമ്മൾ ഡിവോർഡായി നമ്മൾ ഫാക്റ്റ് ആയിട്ട് പറയണം, കർത്താവേ എനിക്ക് ജോലി കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പത്രം തരണത്, പത്രം നിന്നെ അറിയിക്കാൻ വേണ്ടിയും നിന്നെ അറിയാത്തവർ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കൊണ്ടുമാണ് ഞാനിത് ചെയ്യണത്. അതിന് വേണ്ടി ഇത് കഷ്ടപ്പാട് വരുമ്പോൾ ആ കഷ്ടപ്പെട്ടുകൊണ്ട് അവരത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കഴിഞ്ഞ ധ്യാനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. കോൺഫിഡൻസ് മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ മാംസത്തിന് ദുരാശയുടെ മേലെ ഒരു പരിഹാരക്രിയ കൂടിയാണത്. ഒരു പരിഹാരക്രിയയാണ് നമ്മൾ ചെയ്യണത്. പരിഹാരക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേറൊരു സാക്ഷ്യമുണ്ട്. ജീന എന്ന് പറയും. സ്തുതിക്കട്ടെ മക്കളെ. യേശു സ്വന്തം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ജീന എന്ന് പറയുന്ന ഒരു കൊച്ചു പെങ്കൊച്ചാണ്, ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ജീനയ്ക്ക് ഇങ്ങനെ ഇതൊന്നും ചെയ്ത് പരിചയമില്ല. അപ്പോൾ ജീനയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രശ്നമാണ് ആ പ്രായക്കാർക്കറിയാമല്ലോ, ഒരു 18, 20, 22 വയസ്സുകാർ ഈ പത്രം കൊടുക്കത്തില്ല. അവർ ന്യൂട്രലായിട്ട് ആരെങ്കിലും കൊണ്ട് കൊടുപ്പിക്കാൻ നോക്കും, അമ്മയെ കൊണ്ടൊക്കെ. ഒരു ഫലമില്ല, അഹങ്കാരം കൊണ്ടാണ് ചെയ്യണത്. ഇപ്പോൾ ജീന എന്നാലും ശരി, എൻ്റെ ഒരു പ്രാർത്ഥനയുള്ള കാർക്കശ്യം കാരണം അവൾ തന്നെ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവളിങ്ങനെ ചന്തയിലും പോട്ടോഷോ സ്റ്റാൻഡിലൊക്കെ പത്രം കൊണ്ട് അടക്കി. അപ്പോൾ ഒരു ചേട്ടൻ അവളെ കണ്ട്. അപ്പോൾ ചേട്ടൻ അവളെ കണ്ട് ചോദിക്കും, എൻ്റെ കൊച്ചുമകളെ നിനക്ക് ഈ പ്രായത്തിൽ തന്നെ ഉടമ്പടിക്കേണ്ട ഗതികേടായാണ്. ചേട്ടൻ ചോദിച്ചാൽ അവർക്ക് ഭയങ്കര ഷോക്കായി. അരെ അവളോട് ചോദിക്കണത്, ചേട്ടൻ എന്താ ചോദിക്കണത്, ഈ കൊച്ചു പ്രായത്തിൽ നിനക്ക് ഉടമ്പടി എടുക്കേണ്ട ഗതികേടായല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തോ വലിയ ആപത്ത് ചെയ്ത പോലെയാണ് ചേട്ടൻ പറയണത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ പത്രം കൊടുക്കാൻ തോന്നിയില്ല അവർക്ക്. ആൾക്കാരിങ്ങനെ കളിയാക്കുമല്ല, ആക്ഷേപിക്കുമെന്നല്ലാന്ന്. പക്ഷെ അപ്പോൾ എന്ത് ചെയ്തു, മാതാവ് നമ്മളെ സഹായിക്കും. അതാണ് വിഷയം. മാതാവ് ഉടനെ ഇവൾ പിന്നെ മൊബൈൽ എടുക്കുമ്പോൾ ഒരു സാക്ഷ്യം കേൾക്കും. അവർ ചെയ്തെടുത്ത് സാക്ഷ്യം പറയുന്നതാണ്. അപ്പോൾ അവർ ഉടമ്പടി എടുത്ത് സാക്ഷ്യമെല്ലാം പറഞ്ഞ് അവർ നല്ല ഉടമ്പടി എടുത്ത് അവരുടെ എല്ലാ പ്രയാസങ്ങളും അതിജീവിച്ചപ്പോൾ അവരവസാനം ആ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞ് നിർത്താൻ എന്താ അറിയാവോ, എനിക്ക് ഇത്തിരി നേരത്തെ ഉടമ്പടി എടുക്കേണ്ടതാണ് തോന്നിയെന്ന്. അതാണ് വിഷയം. അപ്പോൾ അത് ജീന അത് കേട്ടിട്ട് പറഞ്ഞു, ദൈവമേ ഞാനിപ്പോൾ നേരത്തെയാണല്ലോ ഉടമ്പടി എടുത്തിരിക്കണത്. അതാണ് വിഷയം. അപ്പോൾ നമുക്കൊരു ആശങ്ക ഉണ്ടെങ്കിൽ മാതാവ് ആ സാക്ഷ്യം നമുക്ക് എടുത്തു തരും. മകളെ അത് ആ വല്യപ്പൻ തോന്നിയ ദിവസം പറഞ്ഞതാണ്, നീ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നീ ഇത് കേൾക്ക്. അപ്പോൾ അടിച്ചു പൊളിച്ച് സാക്ഷ്യം പറയുകയാണ്. എന്നിട്ട് ആ ചെടുത്തി പറയുകയാണ്, ഇത്തിരി നേരത്തെ ഉടമ്പടി എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നിയെന്ന് പറയും. അപ്പോൾ അവൾ പറയും, ശരിയല്ല, ഞാനിപ്പോൾ നേരത്തെയാണല്ലോ, അപ്പോൾ കർത്താവ് എന്നെ നേരത്തെ വിളിച്ചല്ല ഉടമ്പടി എടുക്കാൻ. അതാണ് നമ്മൾ ഒരു 10 മിനിറ്റ് മുമ്പ്, 10 ദിവസം മുമ്പ് നമ്മൾ ഉടമ്പടി എടുത്താൽ അത്രയും നമ്മൾ ദൈവത്തിലേക്ക് വരും. കാര്യം ഇതിൻ്റെ അകത്തുള്ള വിഷയം വെച്ചാൽ ഒരു സാധനം എക്സ്ട്രാ ഇല്ല. എക്സ്ട്രാ എന്ന് കഴിഞ്ഞാൽ ബൈബിൾ അല്ലാത്ത ഒന്നും ഇതിൻ്റെ അകത്തില്ല. എല്ലാ പ്രവർത്തനങ്ങളും ഒരു ആത്മാവിൻ്റെ വളർച്ച. ഇന്ന് വരെ എനിക്ക് സഭയിലൊക്കെ ജീവിക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് ഈ ഒരു പ്രാർത്ഥനാ കൂട്ടം, അത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും, അച്ഛന്മാരുടെ കയ്യിലും പ്രാർത്ഥനാ പുസ്തകമുണ്ട്, കന്യാസ്ത്രീമാരുടെ കയ്യിലും കന്യാസ്കാരമുണ്ട്. എല്ലാവരും ഈ വിഷയത്തിൽ പ്രാർത്ഥന ആണ് ദൈവവുമായിട്ട് കണ്ടുമുട്ടാനുള്ള ഏറ്റവും വലിയ വിഷയമെന്ന് കാണുകയാണ്. ഇപ്പം അങ്ങനെ വന്ന് മിഷൻ സെൻ്റർ എല്ലാം അടച്ചു വരും.
ഇപ്പോൾ സ്കൂളെല്ലാം മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ സ്കൂളും അടക്കും, ഒരു സംശയമില്ല. കുറച്ച് കഴിയുമ്പോൾ കാര്യം ആതുരാലയങ്ങൾ തന്നെ ഇപ്പോൾ 5 സ്റ്റാറായിട്ട് റിലയൻസൊക്കെയാണ് ഇപ്പോൾ ആതുരാലയം നടത്തണത്. നമ്മൾ ചെയ്തിരുന്ന ജോലി, ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്ന ജോലി ഇപ്പോൾ പൈസയ്ക്ക് വേറെ സ്മാർട്ടായിട്ട് ആൾക്കാർ പഞ്ചനക്ഷത്ര സ്റ്റൈലിൽ ആതുരാലയം നടത്തുകയാണ്. അവിടെ ആൾക്കാർ അങ്ങനെ ജീവിക്കണേ. അപ്പോൾ ഇത് ഒരു ഷിഫ്റ്റിങ് വരുന്നുണ്ട്. പക്ഷെ നമ്മളെ ഏൽപ്പിച്ച ജോലിയല്ല നമ്മൾ ചെയ്യണത്, ഈ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കണത്. നമ്മൾക്ക് വേണ്ട കാര്യങ്ങളുമല്ല നമ്മൾ പഠിച്ചത്. അത് കാരണം സഭയ്ക്ക് കുറച്ച് പാപ്പരത്വമുണ്ട്. യൂറോപ്പ് ഇങ്ങനെ പതുക്കെ പതുക്കെ. അപ്പോൾ ഞാൻ ഫ്രാൻസിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്താണ് ആ പള്ളിയിൽ ധ്യാനിപ്പിച്ചത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ലൂർദിൽ 5 ദിവസം താമസിക്കാൻ മാത്രമല്ല ധ്യാനിപ്പിക്കാനും പറ്റില്ല. ധ്യാനം കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്റേഴ്സ് എന്നെ വിളിച്ചുകൊണ്ട് പോയി, അച്ഛാ ഒരു കോൺവെൻറ്റ് വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയി കോൺവെൻറ്റ് വെഞ്ചരിക്കാൻ പോയി. അപ്പോൾ ഞാൻ ദൈവം ഇതൊക്കെ ബിഷപ്പുമാർ ചെയ്യേണ്ട കാര്യമല്ലേ, ഞാൻ എന്താ ഇതൊക്കെ ചെയ്യണത്? അപ്പോൾ അത് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞില്ലേ. എന്നാലും സിസ്റ്ററെ വിളിച്ചപ്പോൾ ഞാൻ പോയി വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ്, അച്ഛാ ഇത് വിൽക്കാൻ വേണ്ടി വെഞ്ചരിച്ചതാണെന്ന്. അപ്പോൾ എനിക്ക് ദൈവം ഉദകക്രിയ ചെയ്യാനാണ് എന്നെ വിളിച്ചതെന്ന്. എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്ത് യാതൊരു ദുഃഖവും തോന്നിയില്ല. എന്താ കാര്യം വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, നമ്മൾ ചെയ്തില്ല. നമ്മൾ ചെയ്യാഞ്ഞതിൻ്റെ കാരണം എന്ത് പറ്റി? ആ സ്ഥലങ്ങളിൽ തന്നെ നമ്മളെ കർത്താവ് ഒഴിപ്പിച്ച് മാറ്റുകയാണ്. ഇപ്പം നോക്കിയാൽ മനസ്സിലാവും ക്രിസ്ത്യൻസ് കുറവാണ് യൂറോപ്പിൽ. നമ്മൾ ചെയ്തില്ല. മിഷൻ മറന്നു, കർത്താവിനെ അറിയാത്തവരെ അറിയിച്ചില്ല, അറിഞ്ഞവരെ ആഴപ്പെടുത്തിയില്ല. നമ്മൾ ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പല കാര്യങ്ങളെക്കുറിച്ച് ഭയങ്കര സെമിനാറുകളൊക്കെ നടത്തി, കടുത്ത ടാഗും തൂക്കി പയതും തൂക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കോടികൾ മുടിച്ച്. നല്ല പ്രേക്ഷിതരുണ്ടായില്ല. പ്രേക്ഷിതവാദികളെല്ലാം അടച്ചുപൂട്ടി. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത് മാനവിക വിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ് ഒരു സന്യാസ ഗ്രൂപ്പ് അതിന് പ്രചരണം കൊടുത്ത് ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊന്നുമില്ല. ഈ പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദൈവത്തിന് പ്രയോജനമില്ലെങ്കിൽ പിന്നെ ദൈവം എന്തിനായി സാധ്യത വെച്ചുകൊണ്ടിരിക്കണത്? ദൈവം അടച്ചുപൂട്ടാൻ പറഞ്ഞു. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ ലണ്ടനിലും സ്കോട്ട്ലൻഡൊക്കെ ധ്യാനിപ്പിക്കും. അപ്പോൾ ഞാൻ പോകുമ്പോഴെല്ലാം അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കാശുരൂപ ആ മണ്ണി കുഴിച്ചിടും മാതാവിൻ്റെ. എന്താ കാര്യം? ഇന്നല്ലെങ്കിൽ നാളെ ഇത് കിളിർത്ത് വരും, ഒരു സംശയമില്ല. കാര്യം കിളിർത്ത് വരണമല്ല പ്രശ്നം. കർത്താവിൻ്റെ വിശുദ്ധ ചോരയോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിന് വേണ്ടി ഒരു രക്തസാക്ഷിത്വമായിട്ടുള്ള ആത്മാർത്ഥത കാണിച്ചുകൊണ്ട് സത്യസന്ധതയുള്ള ദൈവവിളികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ദൈവം ഇതിനെ തിരിച്ചു കയറുക. ഇതെല്ലാം ചെയ്യണത് ആരാണ്? നമ്മളല്ലല്ല ചെയ്യണത്. നമ്മൾ അയക്കപ്പെടുക മാത്രമല്ല ചെയ്യാനുള്ളത്. ചെയ്യണത് ആരാണ്? ദൈവമാണ് ചെയ്യണത്. ഇപ്പം ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇപ്പോൾ ഇത് അണ്ടേ കൊണ്ടാണ് മരുന്ന് വളം വെച്ചിട്ട് കുറേ ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കണമല്ല പ്രശ്നം. ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ദൈവം സൃഷ്ടിക്കാൻ വേണ്ടി വിശ്വാസമുള്ള എല്ലാവരോടും, ഞാൻ പോകുന്ന എല്ലാ രാജ്യങ്ങളോടിലും ഞാൻ പോകുന്ന അവരോട് പറയും, നിങ്ങളെ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം ഇതൊരു മിഷൻ എക്സ്പെഡിഷനാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുകയും അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് അതാണ് ചെയ്യണത്. ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്ത വ്യക്തികളായിട്ട് നിങ്ങളെ ഉടമ്പടി ഒരു കൊല്ലം നിങ്ങൾ ഉടമ്പടിയിൽ പോകുമ്പോൾ ഞാൻ ശാസിച്ചും വഴക്കിട്ടും കർക്കശമാക്കിയും ഞാൻ ഉടമ്പടി ടൈറ്റാക്കി ചെയ്യാൻ പറ്റുന്നവൻ ആത്മാർത്ഥം ചെയ്യാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ട് ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിന് നിങ്ങളെ എഴുതിത്തള്ളാൻ പറ്റിയ ആളായിട്ട് പറ്റാത്ത ആളായിട്ട് മാറ്റുകയാണ്. നിങ്ങൾ അത് വിളിക്കേണ്ടവൻ കൈ ഉയർത്തിയ കർത്താവ് തുറക്കുകയെ. ഇവിടുത്തെ പ്രശ്നം എന്താണ്? വിളിക്കാൻ പറ്റിയ ആളില്ലാത്തതല്ലേ പ്രശ്നം. ഞാൻ നിങ്ങളുടെ ഉടമ്പടി വഴി ചെയ്യണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ദൈവതിരുസന്നിധിയിൽ കൈ ഉയർത്തി നിന്നാൽ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ പറ്റുന്ന വ്യക്തിയായിട്ടും ദൈവത്തിന് എഴുതിത്തള്ളാൻ പറ്റാത്ത വ്യക്തിയായിട്ടും നിങ്ങളെ ഉയർത്തുകയാണ് ഉടമ്പടി ചെയ്യണത്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ
ദൈവത്തിന് എഴുതി തള്ളാൻ പറ്റാത്ത ഒരാളായി കർത്താവേ എന്നെ ഉയർത്തണമേ, എന്നെ ഉയർത്തണമേ, എന്നെ വളർത്തണമേ കർത്താവേ. എന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലെ എന്റെ നിയോഗങ്ങളോടുള്ള സ്നേഹം മാറ്റി നിന്നോടുള്ള സ്നേഹമായി എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഉടമ്പടി ഒരിക്കലും സൈഡ്, നിങ്ങളുടെ സൈഡായിട്ട് ചെയ്യണ പോലെ ദൈവത്തിന് തോന്നരുത്. സൈഡായിട്ട് ഇപ്പം ചില അധ്യാപകരില്ലേ, അധ്യാപകർ സൈഡായപ്പോൾ എനിക്കറിയാവുന്ന അധ്യാപകനുണ്ടായിരുന്നു. അപ്പം അധ്യാപകൻ്റെ പരിപാടി വെച്ച് കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ അങ്ങേരുടെ രണ്ട് പീരീഡ് അങ്ങേർക്ക് ഉള്ളത്. 2 പീരീഡ്, ഒന്ന് ഉച്ചക്ക് ഒന്ന് രാവിലെയുമാണ്. ഇപ്പോൾ പ്രിൻസിപ്പളിനെ ചാക്കിട്ടിട്ട് പുള്ളി 2 പീരീഡും രാവിലെ ആക്കി എടുക്കും. ഉച്ച കഴിഞ്ഞ് പുള്ളി ഫ്രീ ആകും. എന്നിട്ട് പുള്ളി ഉച്ച കഴിഞ്ഞ് ഒപ്പിടും. പിന്നെ എന്താ ചെയ്യണത്? പിന്നെ അമേരിക്കൻ പ്രോഡക്റ്റ്, ആംബയുടെ പ്രോഡക്റ്റ് വിൽക്കാൻ നടക്കി. ഗവൺമെൻറ് അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്, നല്ല ശമ്പളമാണ് പ്രൊഫസർമാർക്ക്. അതിൻ്റെ ഇടയ്ക്ക് സാമ്പത്തിക ആക്രാന്തം മൂത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ കണ്ണിൽ പൊടി ഇട്ടിട്ട് ആംബയെ സാധനം വിൽക്കാൻ നടക്കുകയാണ്. എന്ത് പറ്റി? വിൽക്കാൻ പറ്റും, ലാഭം കിട്ടും. നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ ലാഭം കിട്ടുമ്പോഴും നമുക്ക് ഈ ദൈവം ഉള്ളത് കാരണം ചില സ്ഥലത്ത് നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ പോകും. അത് എപ്പോഴും നമ്മൾ വിചാരിക്കണം. ഒരു സ്ഥലത്ത് നമുക്ക് ലാഭം, ദൈവത്തെ മാറ്റിക്ക് നിർത്തിക്കൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് നഷ്ടമുണ്ടാകാതിരുന്ന സ്ഥലത്ത് ദൈവം മാറിക്കഴിയുമ്പോൾ പണ്ടാറ നഷ്ടത്തിൽ പോകുന്നത്, അങ്ങനെ കുടുംബത്തിൽ സമാധാനം ഇല്ലാതെ പോണത്. അപ്പോൾ ദൈവത്തെ, അതാണ് ഈശോ പറഞ്ഞത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ എന്തു ചെയ്യും? ദൈവത്തെ കൂട്ടി ചെയ്യാനാണ് നമ്മൾ ഉടമ്പടി എടുക്കണത്. മനസ്സിലായില്ല? എന്താ പറഞ്ഞിരിക്കണത്? എന്നെ കൂടാ ഒന്ന് പറഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അപ്പം നമ്മൾ ഉടമ്പടി എന്താ ചെയ്യണത്? കർത്താവിനെ കൂട്ടിക്കൊണ്ട് എല്ലാം ചെയ്യാനാണ് നമ്മൾ ഉടമ്പടി ജീവിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഉടമ്പടി സൈഡാക്കരുത്. അപ്പോൾ ആ പ്രൊഫസർ എന്താ ചെയ്യണത്? കോളേജ് ജോലിയുടെയൊക്കെ സൈഡാക്കിയിട്ട് പിന്നെ ഇത് വിൽക്കാൻ നടക്കുക. അപ്പോൾ ആ സൈഡായി. ഇതുപോലെ ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും വ്യാപൃതനായിട്ട് അതിനിടയ്ക്ക് ഒരു നീലത്തിൻ്റെയും പച്ചത്തിൻ്റെയും കത്തിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എല്ലാം പഴയതുപോലെ തന്നെ നിങ്ങൾ ജീവിക്കും. അപ്പോൾ നിങ്ങൾ ഉടമ്പടിയിലല്ല ശരിക്കും. നോപ്പടി എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള കർത്താവിൻ്റെ തിരുസന്നിധിയിലുള്ള എന്താണ് യോഗ്യത, നമുക്കൊരു ബാർഗെയിനിങ് എന്ന് പറയുന്നത് നെഗറ്റീവ് വാക്കാണ്. പക്ഷെ നമുക്ക് ദൈവത്തോടൊരു കമ്മ്യൂണിക്കേഷനുള്ള യോഗ്യതയുണ്ട്. ഈ യോഗ്യത നമ്മളാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ ഈ യോഗ്യത നേടിയെടുക്കണത്. അപ്പോൾ നിങ്ങളൊരു 1.5 കൊല്ലം ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, കർത്താവ്, ഞാൻ പറഞ്ഞ കർത്താവ് ഈ വിഷയം ചെയ്യേണ്ട കാര്യമാണ്, എനിക്ക് ഉപദ്രവമില്ലെങ്കിൽ അത് ചെയ്തു തരും. അപ്പോൾ നമുക്ക് ഉത്കണ്ഠയില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്കണ്ഠയാണല്ലോ. ഞാൻ പ്രാർത്ഥിക്കുന്നത് നടന്നില്ലേ, ദൈവത്തിനോട് ഇങ്ങനെ പിച്ചുമ്പയും പറഞ്ഞ് കുറേ അലവരാധികൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി എടുത്തിരിക്കണതാണ്. ഇതിനൊന്നും ഉടമ്പടിയായിട്ട് കൃപാസനം കരുതാനില്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഉടമ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ദൈവത്തിന് മാത്രമാണ് പ്രാധാന്യം. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ചേർത്തി ഒരു ഉടമ്പടി എടുത്ത് അവർ പക്ക ഉടമ്പടിയാണ്, ഫിസിക്കൽ ഉടമ്പടി എന്ന് പറയും ഞാൻ അതിന്. അല്ല സാങ്കല്പികമായിട്ടുള്ളൊരു ഉടമ്പടി അല്ല, ഫിസിക്കൽ ഉടമ്പടിയാണ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, 4ാമത്തെ തന്നെ പ്രഗ്നൻ്റാണ്. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ഭർത്താവിന് നൈറ്റാണ്, 2 പേർക്കും ജോലിയുണ്ട്, ഭർത്താവിന് നൈറ്റാണ്. അപ്പോൾ ഇവർ തമ്മിൽ അത് കണ്ടുമുട്ടാനും സാധ്യതയില്ല. അപ്പോൾ ഭർത്താവ് വരുമ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ നോക്കും. പക്ഷേ എന്നാലും ഇവർ ഗർഭിണിയാണെങ്കിൽ അവർ ജോലിക്ക് പോകും.
പക്ഷേ ഒരു പ്രസവത്തിൻ്റെ ഒരു 2-3 ദിവസം മുമ്പ് അവരുടെ പേരെന്നാ സുരേന്ദ്രൻ ഒരു വാട്ടർ ബ്രേക്ക് ഉണ്ടായി. ഗർഭപാത്രത്തിൽ നിന്ന് വെള്ളം പോകാൻ തുടങ്ങി. അപ്പം അത് ഒരു ഉച്ചക്ക് പോകാൻ തുടങ്ങിയതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമില്ല, അങ്ങനെ വന്നാൽ വെള്ളം പൊഴി കഴിഞ്ഞാൽ മിക്കവാറും കൊച്ചു മരിക്കും. പക്ഷേ ആശുപത്രി കൊണ്ടുപോകാൻ ആരുമില്ല. ഭർത്താവ് നൈറ്റില്ല, 3 കുഞ്ഞുങ്ങളേ ഉള്ളൂ. അവരവിടെ പോയി പുതിയ സെറ്റിൽമെൻ്റ് അവിടെ ആ രാജ്യത്ത് ചെന്നതേ ഉള്ളൂ. അപ്പോൾ വലിയ പരിചയങ്ങളൊന്നുമില്ല. അപ്പോൾ മാതാവിൻ്റെ അടുത്ത് ഇവൾ പറയും, അപ്പം ഉടമ്പടി കാശ് പറഞ്ഞ് വിശ്വാസപ്രമാണം ചെയ്യണം, മാതാവേ ഭർത്താവിന് നൈറ്റാണ്, അയാൾ വരുമ്പോൾ രാത്രി 11 മണിയാകും. ഇപ്പോൾ ഉച്ചക്ക് തന്നെ ഇത് വെള്ളം പോകാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ ശരീരമൊക്കെ വിറക്കണ്. ചിലപ്പോൾ ഈ പുള്ളിക്ക് അബദ്ധം പറ്റും, അല്ലെങ്കിൽ കൊച്ചു മരിക്കും, എന്തെങ്കിലും സംഭവിക്കും. അപ്പം ഇന്ന് അങ്ങനെ സങ്കടം ആരും ഇല്ലാത്തൊരവസ്ഥ നോക്കണമെന്ന് ചിന്തിച്ച് ഭയങ്കര സീരിയസ് വിഷയമാണത്. ഇവരുടെ ഉടമ്പടി ഫിസിക്കൽ ഉടമ്പടിയാണ്. ഫിസിക്കൽ ഉടമ്പടി ആയത് കാരണം ഇവർ ഉടമ്പടി തൈലമെടുത്ത് ഈ വെള്ളം പോകുന്ന പൊക്കിളിൻ്റെ താഴെ ഇവർ കുരിശിട്ട്, അപ്പോൾ ആ സമയത്ത് കുരിശിട്ട് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രഖ്യാപിച്ചില്ലേ. അപ്പോൾ അവർക്ക് വേറെ ഒന്നും ചെയ്യാം, അവരൊറ്റയ്ക്ക് അവരുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്, അത്രേ ഉള്ളൂ. അവരുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. ഭർത്താവുണ്ട്, ഇവിടെ ഇല്ല, വേറെ ആരും കൂടെ ഇല്ല. അപ്പോൾ അവരുമുണ്ട്, അവരുടെ അവസ്ഥയുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. അവർ ഉടമ്പടി തൈലം എടുത്ത് ഊടിൻ്റെ താഴെ ഒരു കുരിശിട്ട് കഴിഞ്ഞപ്പോൾ മാതാവ് ഒരു അക്ഷരം എഴുതി കാണിച്ച്, എവിലിൻ എന്ന്. അത്രയും ഫിസിക്കലാണ് ഈ വിഷയം, എവിലിൻ. അപ്പോഴോട് എവിലിൻ അമ്മ പറയണല്ല. അപ്പോൾ പറഞ്ഞു അവർ നൈജീരിയൻ നേഴ്സാണ്. അതാണ് നമ്മൾ മറന്നിരിക്കരുത്, പണ്ടെങ്കിലും പരിചയപ്പെട്ടതാ. അവൾ ആ പ്രമിസിൽ ആ രാജ്യത്ത് എവിടെയോ ഉണ്ട്. അപ്പം നിൻ്റെ ഈ അവസ്ഥ, ഈ 2-3 കുഞ്ഞുങ്ങളും പിന്നെ നീ ഇപ്പം പ്രഗ്നൻ്റ്, ഇപ്പം ഇതില്ലേ, ഈ അവസ്ഥ നിന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പോൾ ആരുമില്ലെന്ന് പറഞ്ഞ് ഉടമ്പടി തൈലമെടുത്ത് വയറ്റിൽ കുരിശിട്ട് കഴിച്ചിട്ടപ്പോൾ എന്താ നമ്മൾ ഉടമ്പടി നമ്മളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉടനെ അതാണ് വിഷയം. അപ്പോൾ തന്നെ ദൈവം സന്ദേശം കൊടുത്തു, എവിലിനെന്ന് പറഞ്ഞു. എവിലിനെന്ന് എഴുതി കാണിച്ചപ്പോൾ തന്നെ ആദ്യം ഓർത്ത് എവിലിൻ ആരാണ്, പിന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഒരു നൈജീരിയൻ നേഴ്സാണ്, കാപ്പിരിയ. പക്ഷെ അവൾ ഇവിടെ ഉണ്ട്. അപ്പോൾ അവളുടെ നമ്പർ നോക്കിയെടുത്ത് അവൾ വിളിച്ച്, എവിലിൻ എൻ്റെ അടുത്ത് വരാമെന്ന് പറ്റുമോ, നീ എവിടെയാണൊക്കെ ചോദിച്ചു. അപ്പോൾ സ്ഥലങ്ങളൊക്കെ പറഞ്ഞ് കുറേ സമയം ഡ്രൈവ് ചെയ്ത് എടുക്കേണ്ടി വരും. പക്ഷേ എവിലിൻ ഒരു ഡ്രൈവ് ചെയ്താണെങ്കിലും പെട്ടെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ എവിലിൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഞാൻ കുഞ്ഞിനെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവളുടെ സിറ്റുവേഷനിൽ നിന്ന് വന്ന് ഇവളുമായിട്ട് അടുപ്പമൊന്നുമില്ലേ, അതാണ് രസം. അല്ല ഇവർ കൂട്ടുകാരൊന്നുമല്ല, പരിചയമുള്ള ഒരു നേഴ്സാണ്, എവിടെ വെച്ച് പരിചയപ്പെട്ടൊരു നേഴ്സാണ്. പക്ഷെ ആ സമയത്ത് അമ്മ ഇവർക്ക് എഴുതി കാണിക്കുകയാണ്. പിന്നെ എന്നിട്ട് എവിലിന് വന്നിട്ട് എവിലിനോട് ഇങ്ങനെ ഇത്രയും അധികം ബന്ധമില്ലാതെ എൻ്റെ കുഞ്ഞിനെ നോക്കണം, ഞാൻ ആശുപത്രിയിൽ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എവിലിന് ഇങ്ങോട്ട് പറയണേ, ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളാം, നിങ്ങൾ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രിപ്പിട്ട് കിടത്തി. ഞാൻ അവിടെ വെച്ച് രാത്രിയായി. അപ്പോൾ ഹസ്ബൻഡിനെ വിളിക്കാൻ പറ്റത്തില്ല. അയാൾ പറയണതേ, അവരെ ഹസ്ബൻഡിനെ വിളിക്കുമ്പോൾ ഞാൻ പ്രശ്നം വെച്ചാൽ അയാൾ ടെൻഷൻ അടിക്കും, പിന്നെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമാകും. അപ്പോൾ ഇവർ നല്ലൊരു വൈഫാണ് അവർ ശരിക്കും പറഞ്ഞാൽ. വെച്ചാൽ അവർ അല്ലാതെ ചില പെണ്ണുങ്ങളാണെങ്കിൽ അപ്പം തന്നെ നിങ്ങളെവിടെ കിടക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്, വിളിച്ച് അവനെ പ്രാന്തി പിടിപ്പിച്ച് അവൻ വണ്ടി കൊണ്ട് വേറെ എവിടെയെങ്കിലും ഇടിച്ച് അവനെ പരുവത്തിലാക്കും. ഇവർ നല്ലൊരു വെടിപ്പുള്ള സ്ത്രീയാണ്. അവർ പറയും, ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പരിഭ്രമിക്കും, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. വൈകുന്നേരം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ വാട്ടർ ബ്രേക്ക് ആയിപ്പോയി. അപ്പോൾ ആശുപത്രിയിൽ അപ്പം നീ എന്ത് പറഞ്ഞത്, എപ്പോൾ തുടങ്ങിയെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് അവന് കാര്യം പറഞ്ഞു. പക്ഷേ എന്നാലും അവന് സമാധാനത്തെ വീട്ടിലെത്തിച്ചിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി. അന്ന് രാത്രി ആ കുഞ്ഞിനെ പ്രസവിച്ചു. പിറ്റേ ദിവസം അവരെ ഡിസ്ചാർജും ചെയ്ത്. അപ്പോൾ ഒരു വിഷയത്തിനകത്ത് വരുന്നൊരു വിഷയം, അതായത് നമ്മൾ ഒരു ഉടമ്പടിയിലാണെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂറാണ്, ശരിക്കും സെക്യൂറാണ്. കാര്യം നമുക്ക് ഒരു മെമ്മറി പോലും ഇല്ല എന്നുണ്ടെങ്കിലും അമ്മ ഒരു മെമ്മറി നമുക്കില്ലെങ്കിലും അമ്മ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇടപെട്ടിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ആ എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഉടമ്പടി ശരിക്കും എൻ്റെ മക്കൾ നിങ്ങളിപ്പോൾ കാണിക്കുന്നതിനേക്കാളും ഒരു പകുതിയിലേറെ
ആത്മാർത്ഥത ഉടമ്പടി കാണിക്കണം. കാര്യം നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജോലിക്കും വീടിനും കടം മാറാനുമാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണം അതിനല്ല. ഇതിനാണ് അമ്മ നമ്മുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Say